പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോഗ്സിൻ്റെ വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി മുതൽ അവർ ക്ലെയിമിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16-ാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് അവർ വിഡ്രോവലിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബൈബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് അല്ലെങ്കിൽ OKX എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഏതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KYC കംപ്ലീറ്റഡ് ആക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോവൽ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏകദേശം ഒരു 30,000 സംതിങ് ഡോഗ്സ് ഉണ്ടായിരുന്നത് വിഡ്രോവൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാലും ഇത് എയർ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസം വരും എന്തായാലും അത് റിസീവ് ആവുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന 20-ാം തീയതിയാണ് ലിസ്റ്റിംഗ് വരുന്നത്. അപ്പം അതിനോടനുബന്ധിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഡോഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വാലറ്റിലോട്ട് റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ കൊടുത്തിടും. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടോക്കൺ ക്ലെയിം ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, നിങ്ങൾ ഇവരുടെ ചാനൽ ഒഫീഷ്യലായിട്ടുള്ള ചാനൽ ഡോഗ്സ് കമ്മ്യൂണിറ്റി ടെലഗ്രാമിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ x.com നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ടോൺ കീപ്പർ എന്ന് പറഞ്ഞാൽ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. പിന്നെ ഗെറ്റ് ടോൺ കോയിൻ ഫോർ ഗ്യാസ്, അതായത് ഇതിൻ്റെ സ്റ്റാർ കൊടുത്തിട്ട് ടോൺ കോയിൻ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുക. അതിപ്പോൾ 0.1 ടോണൊക്കെ മതിയാവും നമുക്കൊരു മിനിമം എന്നുള്ള രീതിയിൽ ഗ്യാസ് ഫീ കൊടുക്കുന്നതിന് വേണ്ടി. അല്ലാണ്ട് വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾ ഇതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടാൽ മതി. അപ്പം നമുക്ക് ക്ലെയിമും കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പം ഇതിൽ ഞാനിപ്പം യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിറ്റ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഞാനിവിടെ ബൈബിറ്റ് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഡ്രോവൽ കൊടുക്കാൻ നേരത്ത് മെയിനായിട്ട് ബൈബിറ്റിൻ്റെ UID ചോദിക്കും. ഒരു നമ്പേഴ്സ് മാത്രമായിട്ടല്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UID എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. 140 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റിൽ വന്നിട്ട് ഡിപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കണം നമ്മുടെ ഡോഗ്സിൻ്റെ. ഇപ്പോൾ ഇവിടെ ഡോഗ്സിൻ്റെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കാണാം ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയിൻ ടോൺ ആണല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യാം. അതിനുശേഷം അത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഇവരുടെ UID ആയിരിക്കും. ബൈബിറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ബൈബിറ്റിൻ്റെ UID, പിന്നെ അതുപോലെ തന്നെ ഈ വാലറ്റ് അഡ്രസ്സ് ഡിപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കുക. പിന്നെ മെമ്മോയും ചോദിക്കുന്നുണ്ട്, അതും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വിഡ്രോവൽ അടിക്കുക. അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇടുക. എന്തായാലും 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് വന്നോളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ വിഡ്രോവൽ ചെയ്തിടുക കേട്ടോ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.